നിങ്ങളുടെ കയ്യിൽ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാർ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കൂ. ഈ ഓട്ടോമാറ്റിക് കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ വണ്ടിയിൽ കയറിയിരുന്ന ശേഷം അതിനകത്ത് ഒരു സ്ക്രീൻ ഉണ്ടായിരിക്കും. നിങ്ങൾ അതിൽ എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളത് ഒരു മാപ്പ് ഉണ്ടായിരിക്കും, അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കാർ നിങ്ങൾക്ക് എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടേക്ക് നിങ്ങളെ കൊണ്ട് എത്തിച്ചേരുക തന്നെ ചെയ്യും. ഇങ്ങനെ ഒരു കാർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും? ജീവിതം തന്നെ വളരെ രസകരമായിരിക്കും അല്ലേ? നിങ്ങൾക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ ഒരു സ്ട്രെസ്സും ഇല്ലാതെ എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്ത് നിങ്ങൾക്ക് ചെന്ന് എത്തിച്ചേരേണ്ട സ്ഥലത്ത് ഈസി ആയിട്ട് എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ഡ്രൈവ് ചെയ്യേണ്ട സമയത്ത് പോലും പല കാര്യങ്ങളും ചെയ്യുവാനും പറ്റും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കാറിലിരുന്ന് തന്നെ ചെയ്യാം. എന്നാൽ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാർ ഉണ്ട്. എന്ത്? എൻ്റെ കയ്യിലോ? ഇങ്ങനെ ചോദിക്കണ്ട. അതെ, നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു കാറുണ്ട്. തീർച്ചയായും നിങ്ങളുടെ കയ്യിലുണ്ട്. ആ കാറിൻ്റെ പേരാണ് ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങളുടെ ഗോളാണ് നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട സ്ഥലം. നിങ്ങളുടെ ആഗ്രഹമാണ് വഴിയിലെ പോയിന്റുകൾ. നിങ്ങൾക്ക് എന്താണ് നേടിയെടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളെ അവിടെ കൊണ്ടുചെന്ന് എത്തിക്കും. ചാൾസ് ഡാർവിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹത്തിനൊരു പുസ്തകം എഴുതണമെന്ന് പറഞ്ഞ് ധാരാളം പുസ്തകങ്ങൾ വായിക്കുവാൻ തുടങ്ങി, റിസർച്ച് ചെയ്യുവാനും തുടങ്ങി. ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ചു. ധാരാളം റിസർച്ച് പേപ്പേഴ്സും ഉണ്ടായിരുന്നു. ഇതെല്ലാം എങ്ങനെ അറേഞ്ച് ചെയ്യണം, ഇതെങ്ങനെ പുസ്തകമാക്കി മാറ്റണം എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അവരെങ്ങനെയൊക്കെ പരിശ്രമിച്ചിട്ടും അതിനെല്ലാം ഒരു പുസ്തക രൂപത്തിലാക്കി മാറ്റുവാൻ വേണ്ടി സാധിക്കുന്നേയില്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ, എങ്ങനെയാണ് ഇതിനെല്ലാം കൂടെ ചേർത്തൊരു പുസ്തകമാക്കി മാറ്റുക, ഇത് എങ്ങനെയാണ് ഞാൻ അറേഞ്ച്മെന്റ് ചെയ്യുക എന്നുള്ളതിന് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട്, ഇതിന് ഒരു ഐഡിയ കിട്ടണം എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഒരു 2-3 ദിവസം ഇതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ശീലം. അങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം പെട്ടെന്നൊരു ഐഡിയ കിട്ടി. ആ ഐഡിയ അനുസരിച്ച് അദ്ദേഹം തൻ്റെ പുസ്തകത്തിനെ അറേഞ്ച് ചെയ്തു. അങ്ങനെ സൂപ്പറായൊരു പുസ്തകം പുറത്തിറങ്ങി. ആ പുസ്തകത്തിൻ്റെ പേരാണ് ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. ചാൾസ് ഡാർവിൻ തൻ്റെ ഉപബോധ മനസ്സിലേക്ക് തനിക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് മാത്രം കൃത്യമായിട്ട് ഒരു പ്രോഗ്രാം ചെയ്തു വെച്ചു. ഉപബോധ മനസ്സിന് ആ ജോലി കൊടുത്തു വെച്ചു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചു? അതേ ഉപബോധ മനസ്സ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഐഡിയ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സിനെയും ഉപയോഗിക്കാൻ കഴിയും. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കുവാൻ വേണ്ടി നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് കാര്യങ്ങളെ എങ്ങനെ മുദ്രണം ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ദ സൈക്കോ സൈബർനെറ്റിക്സ് എന്ന പുസ്തകത്തിന്റെ സമ്മറിയിലൂടെയാണ് നിങ്ങൾ ഇന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഉപബോധ മനസ്സിനെ കുറിച്ച് പറയുന്ന പുസ്തകങ്ങളിൽ ഏറ്റവും കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകമാണ്. ഉപബോധ മനസ്സിന്റെ അത്ഭുത ശക്തികൾ എന്ന പുസ്തകം. അതിനുശേഷം എക്സൈറ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് കൃത്യമായി പറഞ്ഞു തരുന്ന പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ പുസ്തകമാണ്, സൈക്കോ സൈബർനെറ്റിക്സ്. അതുകൊണ്ടാണ് ഇന്ന് ഈ പുസ്തകത്തിന്റെ സമ്മറി നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. എന്റെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് പുസ്തകം വായിക്കുന്ന ശീലമുണ്ടോ? പുസ്തകം വായിക്കുന്നത് ഒരു നല്ല ശീലമാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പുസ്തകം വായിക്കാൻ ഒഴിവില്ല, അല്ലെങ്കിൽ ബോറടിക്കുന്നു, ഇതൊക്കെയാണ് എല്ലാവരുടെയും പ്രശ്നം. എന്നാൽ അതിന് ഈ ആധുനിക കാലത്തിലുള്ള പരിഹാരമാണ് ബുക്സ് വായിക്കുന്നതിന് പകരം നമ്മൾ ഓഡിയോ ബുക്സ് കേട്ടാൽ മതി. നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള 3 ഓഡിയോ ബുക്സ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാം. ഒന്ന്, മോഡൽസ് എന്ന പുസ്തകം. നിങ്ങൾ പ്രണയത്തിന്റെ കാര്യത്തിലാകട്ടെ അല്ലെങ്കിൽ സ്ത്രീകളുമായി സൗഹൃദം സൃഷ്ടിക്കുന്നതിലാകട്ടെ ഇതിലെല്ലാം ഫെയിൽ ആകുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള റിലേഷൻഷിപ്പ് എനിക്ക് കൂടുതൽ മെച്ചപ്പെടുത്തണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ് മോഡൽസ് എന്ന പുസ്തകം. ഇതുകൂടാതെ ഒരു പുതിയ ശീലം ആരംഭിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള പുസ്തകമാണ് മിനി ഹാബിറ്റ്സ് എന്ന പുസ്തകം. നമ്മൾ പുതിയ ശീലങ്ങൾ ആരംഭിക്കാത്തതിന്റെ കാരണം നമ്മൾ അത് പൂർത്തിയാക്കില്ല എന്ന് പേടിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ നമ്മൾ നിത്യവും ചെയ്യുന്ന ചില ശീലങ്ങളുടെ കൂടെ ആഡ് ചെയ്തുകൊണ്ട് പുതിയ ശീലങ്ങൾ രൂപവൽക്കരിക്കുന്നതിനെ കുറിച്ച് വളരെ പ്രാക്ടിക്കലായിട്ട് അവതരിപ്പിക്കുന്ന മിനി ഹാബിറ്റ്സ് എന്ന പുസ്തകമാണ് അടുത്ത പുസ്തകം. അതുപോലെ തന്നെ ബിസിനസ് സംരംഭകർക്ക് ഇടയിലെ ഒരു നക്ഷത്രമായി നിങ്ങൾക്ക് തിളങ്ങണമെങ്കിൽ, പുതിയൊരു ബിസിനസ് ആരംഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരംഭിച്ച ഒരു ബിസിനസിനെ മെച്ചപ്പെടുത്തിയെടുക്കണമെങ്കിൽ അതിനെല്ലാം നിങ്ങളെ സഹായിക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ട് ഒരു പുസ്തകമാണ് 0 to 1 എന്ന പുസ്തകം. ഈ 3 ബുക്സ് നിങ്ങൾ സെപ്പറേറ്റ് ആയി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 615 രൂപയായിരിക്കും അതിന് ചെലവ് വരിക. എന്നാൽ ഇപ്പോൾ നമ്മളുടെ ടൈം ഫോർ ഗ്രേറ്റ്നെസ് ആപ്ലിക്കേഷനിലൂടെ ഈ 3 ഓഡിയോ ബുക്സിനെയും ചേർത്ത് ഒരു കോംബോ ഓഫർ നിങ്ങൾക്ക് 72 മണിക്കൂർ നേരത്തേക്ക് വേണ്ടി മാത്രം നൽകുകയാണ്. ഇപ്പോഴത്തെ ഈ ഓഫറിൽ നിങ്ങൾക്ക് വീണ്ടും 20% ഡിസ്കൗണ്ട് അധികമായി നൽകുന്നു. ഈ 3 ബുക്ക് നിങ്ങൾ കോംബോ ഓഫറിലൂടെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് വെറും 399 രൂപയാണ് ചെലവ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ടൈം ഫോർ ഗ്രേറ്റ്നെസ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഈ ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ഈ കോംബോ ബുക്സ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി TFG 399 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കാവുന്നതാണ്. ഈ കോംബോ ഓഫർ 72 മണിക്കൂറിനകം തീരുന്നതാണ്. അതിനു മുമ്പ് തന്നെ ഈ 3 ബുക്സും നിങ്ങൾ പർച്ചേസ് ചെയ്യുക, എൻജോയ് ചെയ്യുക. ശരി, കോംബോ ഓഫർ പർച്ചേസ് ചെയ്യലെല്ലാം നടക്കട്ടെ. നമുക്കിപ്പോൾ സൈക്കോ സൈബർനെറ്റിക്സ് എന്ന ഈ
ബുക്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ട്യൂൺ ചെയ്യുവാൻ വേണ്ടി നൽകുന്ന ടിപ്സ് ഒന്ന് പരിശോധിക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് മുദ്രണം ചെയ്തു കൊടുക്കുവാൻ വേണ്ടി 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആവശ്യമുള്ളത്. ഒന്നാമത്തേതാണ് മെന്റൽ ഇമേജ്. നിങ്ങളുടെ ആഗ്രഹം എന്താണ് എന്നുള്ളത് ഒരു ചിത്രത്തിന്റെ രൂപത്തിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ കൃത്യമായിട്ട് നിങ്ങൾ മുദ്രണം ചെയ്യണം. രണ്ടാമത്തേതാണ് ഡിസയർ, ആഗ്രഹം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നിരന്തരമായി നിങ്ങളുടെ ഉള്ളിൽ തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് കാര്യം. അതായത് നിങ്ങൾ സെറ്റ് ചെയ്തു വെച്ച ആ ഗോൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ഉത്സാഹത്തോടു കൂടിയുള്ള പ്രയത്നം നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതൊന്നും കൂടാതെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ദൃഢമായ വിശ്വാസം ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് പ്രോഗ്രാമിംഗ് ചെയ്തു കൊടുത്തിട്ടുണ്ട് എനിക്ക് എവിടെയാണ് എത്തിച്ചേരേണ്ടത് എന്നുള്ളത്. ഈ ഉപബോധ മനസ്സ് എന്നെ ഓട്ടോമാറ്റിക്കായി അവിടെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ള വിശ്വാസം നിങ്ങൾ വെക്കണം. ശരി, ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഫോളോ ചെയ്തിട്ടും നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നില്ല എന്നിരിക്കട്ടെ. ഇങ്ങനൊരവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതിന് പരിഹാരമായിട്ട് ഈ പുസ്തകം തരുന്ന ഒരു ഉപദേശമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനൊരു ഘട്ടം വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സെൽഫ് ഇമേജിന് നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധം കാണുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. ഈ സെൽഫ് ഇമേജ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു മതിപ്പുണ്ടായിരിക്കുമല്ലോ, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ഒരു ബഹുമാനം, ഒരു സെൽഫ് എസ്റ്റീം എന്നൊക്കെ പറയും. ഇതിനാണ് നിങ്ങളുടെ സെൽഫ് ഇമേജ് എന്ന് പറയുന്നത്. ഇതാണ് കാരണം. ഈ സെൽഫ് ഇമേജ് നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് കാരണം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഗോൾ ഉണ്ടല്ലോ, ആ ഗോൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സെൽഫ് ഇമേജ് ഉണ്ടായിരിക്കണം. എന്നാൽ നിങ്ങൾക്ക് എവിടെയോ വെച്ച് നിങ്ങളോട് തന്നെ മതിപ്പില്ലാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ട്. അതായത് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നേടിയെടുക്കാൻ പറ്റുമോ എന്നൊരു സംശയം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ തോന്നുന്നുണ്ട്. നിങ്ങളുടെ സെൽഫ് ഇമേജിൽ ഇത്തരത്തിൽ ഗിൽട്ടായിട്ടുള്ള എന്തോ ഒരു ഫീലിംഗ് കയറി കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ആ സെൽഫ് ഇമേജ് നിങ്ങളെ ലക്ഷ്യത്തിലെത്താൻ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉപബോധ മനസ്സ് നിങ്ങൾ എന്താണോ ബോധ മനസ്സുകൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചത് അങ്ങോട്ട് നിങ്ങളെ എത്തിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോയി ചെന്ന് എത്തിക്കുക തന്നെ ചെയ്യും. എന്നാൽ അഥവാ അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ സെൽഫ് ഇമേജ് ശരിയായിരിക്കുന്നില്ല, നിങ്ങളുടെ സെൽഫ് ഇമേജ് തകർന്നു കിടക്കുന്നു എന്നാണ് അർത്ഥം. ഈ പുസ്തകത്തിൻ്റെ ഓഥർ ഡോക്ടർ മാക്സ്വെൽ വാൾട്സ് ഒരു പ്ലാസ്റ്റിക് സർജനാണ്. പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ തൊഴിൽ. അവർ ധാരാളം പേർക്ക് പ്ലാസ്റ്റിക് സർജറി എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു അപകടത്തിൽ പെട്ടിട്ടോ മറ്റോ മുഖത്ത് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, ഈ മുഖത്തുള്ള ഈ അടയാളം കാരണം എൻ്റെ മുഖത്തിന് തീരെ ഭംഗിയില്ല, അത് കാരണം എന്തെങ്കിലും ചെയ്ത് എൻ്റെ മുഖം ഒന്ന് ഭംഗിയുള്ളതാക്കി തരൂ എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേര് ഈ ഡോക്ടറുടെ അടുത്തേക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് ഒരു ശീലമായിരുന്നു. ഇങ്ങനെ വരുന്നവരെയൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ, അവരുടെ മുഖത്ത് എന്താണോ അഭംഗി പറ്റിയിട്ടുള്ളത് അതിനെല്ലാം നീക്കം ചെയ്തിട്ട് മുമ്പ് എങ്ങനെയായിരുന്നു മുഖം ഉണ്ടായിരുന്നത് അതിനേക്കാൾ ഭംഗിയാക്കിയിട്ട് മാറ്റി കൊടുക്കുമായിരുന്നു. എന്നാൽ ഇങ്ങനെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത ശേഷവും ഇദ്ദേഹം ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞ ആളുകളുടെ മാനസികാവസ്ഥ പെട്ടെന്നൊന്നും മാറുന്നില്ല. അതായത് മുൻപ് അഗ്ലി ആയിരുന്ന സമയത്ത് എന്നെ കാണാൻ ഭംഗിയില്ല എന്നുള്ളൊരു ഫീലിംഗ് കാരണം ഒരു ഇൻഫീരിയർ ഉണ്ടായിരുന്നല്ലോ, അത് ഇപ്പോഴും ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മുഖമെല്ലാം വൃത്തിയായ ശേഷവും അവരുടെ ഉള്ളിൽ നിന്ന് ആ ഇൻഫീരിയോറിറ്റി പോകുന്നില്ല. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ആവുന്നൊരവസ്ഥ. ഇതിന് കാരണം എന്താണെന്ന് അദ്ദേഹം നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായത്, അതായത് അവരുടെ മുഖത്തുള്ള ആ ഒരു അഭംഗി എന്തായിരുന്നോ അത് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് നീക്കം ചെയ്തു, അത് മാറിപ്പോയി. എന്നാൽ ഇത്രയും കാലം ആ അഭംഗി വെച്ചുകൊണ്ട് നടന്നത് കാരണത്താൽ അവരുടെ ഉൾമനസ്സിലേക്ക് ഒരു കാര്യം കയറിപ്പോയിട്ടുണ്ട്. അതായത് എനിക്ക് ഭംഗിയില്ല, എന്നെ ആളുകൾ ഇഷ്ടപ്പെടില്ല, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ വീണ്ടും വീണ്ടും പറഞ്ഞ് അവരുടെ ഉപബോധ മനസ്സിലേക്ക് അത് രജിസ്റ്റർ ആയിട്ടുണ്ട്. അത് ഈ പ്ലാസ്റ്റിക് സർജറിയോട് കൂടി പോയിട്ടില്ല, അത് പോകാൻ സമയമെടുക്കും. ഇത് കാരണത്താലാണ് അവരുടെ അഭംഗിയെല്ലാം മാറി അവർ ഭംഗിയുള്ള ഒരാളായി മാറിയിട്ടും ഞാൻ ഭംഗിയില്ലാത്ത ആളാണ് എന്നുള്ളൊരു മനോഭാവം അവർക്ക് മാറുന്നില്ല. അതിന് കാരണം ഇതാണ്. ഇതേപോലെ അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ കൂടെ ഒബ്സർവ് ചെയ്തു. ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു ഹൈ ലെവൽ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചു എന്നിരിക്കട്ടെ, ഏതെങ്കിലും ഒരു സെയിൽസ് അച്ചീവ് ചെയ്യണം, അതുപോലെ ജോബിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക പ്രൊമോഷനോ മറ്റോ അച്ചീവ് ചെയ്യണം എന്ന് അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നിട്ടും ഇങ്ങനൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടും അത് അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണോ അവിടെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് കഴിഞ്ഞിട്ടും മനസ്സിനകത്ത് നിന്ന് ഞാൻ അഭംഗിയുള്ള ആളാണ് എന്നുള്ളത് പോകുന്നില്ലല്ലോ, അതവിടെ മനസ്സിനകത്ത് മുദ്രണം ചെയ്യപ്പെട്ടു പോയല്ലോ. അതുപോലെ ഈ ഗോൾ സെറ്റ് ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഏതെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് പോലും അത് അച്ചീവ് ചെയ്യാൻ കഴിയാതെ പോകുന്നു. അതിനുള്ള കാരണം എനിക്ക് ഇതിനൊന്നുമുള്ള ക്വാളിറ്റി ഇല്ല, എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു മനോഭാവം. അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ച ഗോളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചില ചിന്തകൾ, ചില ആഗ്രഹങ്ങൾ മനസ്സിനകത്ത് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. താൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഗോളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിനകത്ത് നടക്കുന്നുണ്ട്, അത്തരത്തിൽ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം.
ഇത്തരത്തിൽ തന്നെക്കുറിച്ച് താൻ തന്നെ നെഗറ്റീവായി ചിന്തിക്കാൻ തുടങ്ങിയാൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ കപ്പാസിറ്റി കൺഫ്യൂഷനിലാവും. നമ്മുടെ കപ്പാസിറ്റി ചിന്തിക്കുവാൻ തുടങ്ങും, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ കഴിയുമോ, എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യം തന്നെയാണോ ഇത് എന്നൊരു കൺഫ്യൂഷൻ നമ്മുടെ കപ്പാസിറ്റിയിൽ ഉണ്ടാകും. എല്ലാം ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കും, എല്ലാം ചെയ്യുവാനുള്ള ഉത്സാഹവും ഉണ്ടായിരിക്കും, പലതവണ പരിശ്രമിക്കുകയും ചെയ്യും. എന്നാൽ ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് ഉപബോധ മനസ്സിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു മുദ്രണം നമ്മളെ എപ്പോഴും പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു വിഷയത്തെ വിശദമായിട്ട് ഈ പുസ്തകത്തിൽ ഓഥർ പറയുന്നുണ്ട്. നിങ്ങളുടെ ഗോളുകളെ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് മുദ്രണം ചെയ്ത് കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു 3 ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. സ്റ്റെപ്പ് നമ്പർ 1, ആദ്യം നിങ്ങളുടെ ശരീരത്തെ റിലാക്സ് ചെയ്യണം. എന്തിനാണ് ഈ ശരീരം തളർത്തണം എന്ന് പറയുന്നത്, അതായത് ശരീരം റിലാക്സ് ആക്കണം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ശരീരം റിലാക്സ് ആയിരിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ മനസ്സ് ഒരു റിലാക്സ്ഡ് സ്റ്റേജിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. പുതിയ എന്തെങ്കിലും സജഷൻ ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ മനസ്സ് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ ഒരു റിലാക്സ്ഡ് സ്റ്റേജിൽ എത്തിയ ശേഷം വേണം ആ സജഷൻസ് കൊടുക്കാൻ. ഇത് എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. വളരെ കംഫർട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് ആകാശം നോക്കിയിട്ട് വളരെ ഫ്രീ ആയി റിലാക്സ് ആയിട്ട് മലർന്നു കിടക്കാം. അല്ലെങ്കിൽ ഒരു വിശാലമായ ചെയറിൽ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ചാരി കിടക്കാം. അല്ലെങ്കിൽ ഒരു കംഫർട്ടബിളായിട്ടുള്ള ചെയറിൽ വിശാലമായി ചാരി നിവർന്ന് കിടക്കാം. ഇരിക്കുകയാണെങ്കിലും ശരി, നടക്കുകയാണെങ്കിലും ശരി, കിടക്കുകയാണെങ്കിലും ശരി, നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആൻഡ് റിലാക്സ് ആയിരിക്കണം എന്നുള്ളത് മാത്രം മനസ്സിൽ സൂക്ഷിക്കുക. ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഒന്ന് ഫോക്കസ് ചെയ്യണം. തലയെ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ തോളുകളെ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ കൈകളെ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ഉദരഭാഗം, നിങ്ങളുടെ മുതുക്, നിങ്ങളുടെ ഇടുപ്പ്, ഇവിടെ എല്ലാം ഒന്ന് ഫോക്കസ് ചെയ്യുക. ഇങ്ങനെ താഴെ നിന്ന് മേലെ വരെ, മേലെ നിന്ന് താഴെ വരെ ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് നിങ്ങൾ മനസ്സിൽ ഫോക്കസ് ചെയ്യണം. അവിടേക്ക് നോക്കേണ്ട ആവശ്യമില്ല, മനസ്സിൽ ഫോക്കസ് ചെയ്താൽ മതി. ഇങ്ങനെ നിങ്ങളുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളെയും നിങ്ങൾ വളരെ ക്ലിയറായി ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഭാഗം റിലാക്സ് ആവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കോൺഷ്യസ്ലി ആ അവയവങ്ങളുടെ പേരുച്ചരിച്ചുകൊണ്ട്, മനസ്സിൽ ആ പേരുച്ചരിച്ചുകൊണ്ട് ആ ഭാഗങ്ങൾ റിലാക്സ് ആവുകയാണ് എന്ന് സ്വയം കമാൻഡ് ചെയ്തുകൊണ്ട് വരണം. ഇത് ചെയ്യാൻ ഒരു 2-3 മിനിറ്റുകൾ നിങ്ങൾക്ക് എടുക്കാം. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ റിലാക്സ് ആയിട്ട്, വളരെ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ആകും. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റെപ്പ് 2ലേക്ക് കടക്കണം. അതായത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിനോട് ഇപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ആ പ്രശ്നത്തിനുള്ള ഒരു ആ സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടിയതായിട്ട് നിങ്ങൾ ചിന്തിക്കണം. ആ സൊല്യൂഷൻ എനിക്ക് കൈവന്നിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ഞാൻ നാളെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എനിക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആ പ്രശ്നം ഇന്ന് കാണാനില്ല. ആ പ്രശ്നം മുഴുവൻ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. അത് എങ്ങനെ പരിഹരിക്കപ്പെട്ടു, എന്ത് കാരണം കൊണ്ട് പരിഹരിക്കപ്പെട്ടു എന്നൊന്നും അറിയില്ല, പക്ഷെ ആ പ്രശ്നം ഇപ്പോൾ കാണാനില്ല. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും, എൻ്റെ ആ പ്രശ്നം മുഴുവൻ പോയെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊരു ചോദ്യം നിങ്ങൾ സ്വന്തം മനസ്സിനോട് ചോദിക്കുക. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു ആശയം ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പല ദൃശ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങും. ഈ ദൃശ്യങ്ങളെല്ലാം നിങ്ങൾ വ്യക്തമായി കാണുക. നിങ്ങൾ മനസ്സിൽ ഈ ദൃശ്യങ്ങൾ കാണണം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരാഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുകയാണെന്നിരിക്കട്ടെ. എന്നാൽ അതിനാവശ്യമായിട്ടുള്ള പണമോ സൗകര്യങ്ങളോ ഒന്നും ഇപ്പോൾ ഇല്ല എന്നിരിക്കട്ടെ. എന്നാൽ എല്ലാം ശരിയായിട്ട് ഒരു ബിസിനസ് നിങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുക. ഇങ്ങനെ ചിന്തിക്കണം, നിങ്ങളൊരു ബിസിനസ് ആരംഭിച്ചിരിക്കുന്നു, നിങ്ങളൊരു ഓഫീസ് തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇത്രയും ക്ലിയറായി ചിന്തിക്കണം. നിങ്ങളുടെ സ്ഥാപനത്തിൽ എന്തെല്ലാം ഫർണിച്ചറുകളാണ് ഇട്ടിരിക്കുന്നത്, അതെങ്ങനെയെല്ലാമാണ് അലൈൻമെൻറ്റ് ചെയ്തിരിക്കുന്നത്, അവിടെ നിങ്ങളിരിക്കുന്ന ആ റൂം, നിങ്ങളുടെ ചെയർ, നിങ്ങളുടെ ടേബിൾ, നിങ്ങൾ എന്തെല്ലാം വസ്തുക്കളാണ് ആ ഓഫീസിൽ വച്ചിരിക്കുന്നത്, ആ ഓഫീസിനകത്തുള്ള ഫർണിച്ചറുകൾ, ഡിസൈനുകൾ എല്ലാം നിങ്ങളുടെ മനസ്സിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ കാണണം. അടുത്തത് 3ാമത്തെ സ്റ്റെപ്പ്, നിങ്ങളുടെ റീസെൻറ്റ് സക്സസ്സുകളെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. റീസെൻറ്റ് സക്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ആവാം, അല്ലെങ്കിൽ ചെറുപ്പകാലം മുതൽ ഇന്ന് വരയ്ക്കുള്ള എന്തെല്ലാം വിജയങ്ങളാണോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയിട്ടുള്ളത്, അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ ചിന്തിക്കണം. അത് ഇന്ന് നടന്നതാവാം, 1 വർഷം മുമ്പാവാം, 10 വർഷം മുമ്പാവാം, എത്ര വർഷം മുമ്പ് നടന്നതും ആവാം, അത് വിഷയമല്ല. എന്നാൽ നിങ്ങൾക്കൊരു വിജയമുണ്ടായ, നിങ്ങൾക്ക് വളരെ നല്ല അനുഭവമുണ്ടായ, വളരെ സന്തോഷിച്ച ചില ദിവസങ്ങൾ ഉണ്ടായിരിക്കില്ലേ, ആ ദിവസങ്ങളിലുള്ള ആ സക്സസ്സുകളെ നിങ്ങൾ ഓർമ്മിക്കണം. അത് നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് അത്ര ദൂരത്തുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയല്ല വേണ്ടത്. അപ്പോൾ നടന്ന ഒരു സംഭവത്തെ വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ ഇപ്പോൾ പ്ലേ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? അത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾ ആ സംഭവത്തെ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വീണ്ടും വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അന്നത്തെ വിജയങ്ങൾ, അന്നത്തെ ആഘോഷങ്ങൾ, അന്നുണ്ടായ സംഭവങ്ങൾ, അന്ന് നിങ്ങൾ സന്തോഷിച്ചത് എങ്ങനെയൊക്കെ ആയിരുന്നു, ഇതെല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിൽ കാണണം. അത് ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കണം. ഇത്രയുള്ള കാര്യം. ഇങ്ങനെ നിങ്ങൾ ഈ 3 സ്റ്റെപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ എന്താണ് വേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായൊരു മുദ്രണം നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് അർത്ഥം.
അയ്യോ, ഇത് വളരെ സിമ്പിളായിട്ടുണ്ടല്ലോ, ഇത്രമാത്രം ചെയ്തതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാ വിജയവും ഞാൻ നേടുമോ എന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു സംശയം തോന്നിയേക്കാം. അതിനുവേണ്ടി ഞാൻ ചില ട്രിക്സ് പറഞ്ഞുതരാം. നിങ്ങൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ റിലാക്സ് ആവുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് ഒരു റിലാക്സ് സ്റ്റേജിലേക്ക് പോകുന്നു. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിന് എന്ത് കാണിച്ചു കൊടുക്കുന്നോ അതിലേക്ക് മനസ്സ് വളരെ തീവ്രമായിട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളോട് റിലാക്സ് ചെയ്യാൻ പറഞ്ഞത്. രണ്ടാമതായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറഞ്ഞല്ലോ. എന്താണ് വിഷ്വലൈസ് ചെയ്യേണ്ടത്? നിങ്ങൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അതാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ സ്ട്രോങ് ഇൻറ്റൻഷൻ ഉണ്ടല്ലോ, നിങ്ങളുടെ ആഴമേറിയ ആഗ്രഹമുണ്ടല്ലോ, അതിനെ നിങ്ങൾ വീണ്ടും 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 ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, അതിനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക, അത് നടന്നു കഴിഞ്ഞു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിന് കൃത്യമായി മനസ്സിലാവും ഇതാണ് നിങ്ങളുടെ ആഗ്രഹം, ഇതാണ് നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാവും. മൂന്നാമതായി, നിങ്ങളുടെ റീസെന്റ് സക്സസ്സുകളെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞുപോയ നാളുകളിൽ സംഭവിച്ച ആ വിജയങ്ങളെ നിങ്ങളുടെ മനസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു മാറ്റം നടക്കുവാനായിട്ട് ആരംഭിക്കും. അതെന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ നിങ്ങളുടെ സക്സസ്സുകളെ നിങ്ങൾ ഓർമ്മിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഒരു കോൺഫിഡൻസ് കിട്ടുകയാണ്. അതായത് ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ചില ഗോളുകളുണ്ടല്ലോ, ആ ഗോളുകൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള കഴിവുള്ള ഒരാളാണ് ഞാൻ എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ മുമ്പുള്ള വിജയങ്ങളെ ഓർമ്മിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഒരു ചാർജിങ് ആയിട്ട് അത് കിട്ടും. ഇതെപ്പോഴാണ് കിട്ടുക? നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ വിജയങ്ങളെല്ലാം നിങ്ങൾ ഓരോരോന്നായി വിഷ്വലൈസ് ചെയ്ത് കാണുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുക. ഈ പുസ്തകത്തിൻ്റെ ഓഥർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്പോർട്സ്മാൻമാരുടെ ഇടയിൽ അദ്ദേഹം ഒരു പരീക്ഷണം നടത്തി നോക്കി. ബേസ്ബോൾ പ്രാക്ടീസ് ചെയ്യുന്നവരുടെ ഇടയിലാണ് ഈ പരീക്ഷണം നടത്തിയത്. എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ എത്ര സ്പീഡിലാണോ ഈ പന്ത് കൊണ്ടേ ഇടുന്നത് അതിൻ്റെ എത്രയോ ഇരട്ടി സ്പീഡിൽ നിങ്ങൾക്ക് പന്ത് കൊണ്ടേ ഇടാൻ കഴിയുന്നതായിട്ട് നിങ്ങൾ ഇപ്പോൾ മുതൽ വിഷ്വലൈസേഷൻ ചെയ്യൂ എന്ന് പറഞ്ഞ് അവരെ പഠിപ്പിച്ചു. അവരുടെ എല്ലാവരുടെയും ഒരു പൊതുവായിട്ടുള്ള പ്രശ്നമാണ്, അവർക്ക് സ്പീഡിൽ പന്ത് കൊണ്ടുപോയി ഇടണമെന്ന ആഗ്രഹമുണ്ടാവും, പക്ഷെ അത്ര സ്പീഡിലൊന്നും പന്ത് കൊണ്ടുപോയി ഇടാൻ കഴിയാറില്ല. ഈ പറഞ്ഞ പ്രാക്ടീസ് എല്ലാം ചെയ്തു നോക്കി അവർ കുറച്ച് നാളുകൾ അഭ്യസിച്ച ശേഷം പിന്നീട് അവർ പന്ത് കളിക്കാൻ തുടങ്ങിയ സമയത്ത് അവർ പ്രതീക്ഷിച്ച അതേ സ്പീഡിൽ അവർക്ക് പന്ത് കൊണ്ടുപോയി ഇടാൻ സാധിച്ചു എന്നുള്ളതാണ് അത്ഭുതം. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? ആർക്കും അറിയില്ല. ഇതാണ് ഉപബോധ മനസ്സിൻ്റെ രഹസ്യങ്ങൾ. നമ്മൾ ഇത്ര അറിഞ്ഞാൽ മതി. ഉപബോധ മനസ്സിനെ ഇങ്ങനെ എനിക്ക് ആയി തീരണം എന്നൊരു പ്രോഗ്രാം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ. എനിക്ക് സ്പീഡിൽ പന്ത് കൊണ്ടുപോയി ഇടണമെന്ന് അവരെല്ലാം ആഗ്രഹിച്ചു. അതിനനുസരിച്ച് അവരുടെ മനസ്സിന് അവർ പ്രോഗ്രാമിംഗ് കൊടുത്തു. അത്രയും ചെയ്താൽ മതി, നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്ന് അതിനനുസരിച്ചിട്ടുള്ള ട്രിഗർ നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും റിട്ടേൺ ആയി വന്നുകൊണ്ടിരിക്കും. ഇവരിങ്ങനെ ചെയ്തതുകൊണ്ടാണ് പന്ത് സ്പീഡിൽ കൊണ്ടുപോയിടാൻ അവരെ കൊണ്ട് സാധിച്ചത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഏത് തന്നെ ആവട്ടെ, ഈ ടെക്നിക്കിനെ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ലേ? ഒരു ദിവസം 10-15 മിനിറ്റ് മാത്രമേ ഇതിന് നിങ്ങൾക്ക് ആവശ്യം വരുള്ളൂ. നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരു നാൾ നിങ്ങളെ ആ വിജയത്തിൻ്റെ ഉയർന്ന സ്റ്റെപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുക തന്നെ ചെയ്യും. ഇത് ഉറപ്പാണ്.